താങ്ക് ഗോഡ്, സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് ക്രൈസ്തർ ഫാമിലിയിൽ നിന്ന്. ദുശീലങ്ങൾ, മോശം സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ വൈകൃതങ്ങൾ, മോശം കൂട്ടുകെട്ടുകൾ, ഇത് മുഖാന്തരം കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരി പേർ എനിക്കും നിങ്ങൾക്കുമൊപ്പമുണ്ട്. അല്ല, അവിധത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരായി എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളിൽ പലരും. അപ്പോൾ ദുശീലങ്ങൾ പലതുണ്ട്. മദ്യപാനം, പുകവലി, ലഹരി ഉപയോഗങ്ങൾ, മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ ആണേ. അത് കഷ്ടതയല്ലേ? വലിയ കഷ്ടതയാണ്. പിന്നെ സ്വഭാവ വൈകൃതങ്ങൾ, അതും വല്ലാത്തൊരു കഷ്ടമാണ്. സംശയം, കോപം, സഹോദരി, സ്വാർത്ഥത, ഞാൻ മാത്രം. അയ്യോ. പിന്നെ മോശം കൂട്ടുകെട്ടുകൾ, പറയണ്ടല്ലോ, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ. അതിൻ്റെ ഫലം കഷ്ടതയായിട്ട് അനുഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് കോപം വന്നതാ, ഇപ്പോൾ ജോലി പോയി വീട്ടിൽ വന്നിരിക്കുന്നു. ആണേ, സഹിക്കാൻ പറ്റാത്ത ദേഷ്യം അങ്ങ് പൊങ്ങിയതാ, ഇപ്പോൾ ഭാര്യയുടെ വീട്ടിലാണ്. മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല, ഇപ്പോൾ കരൾ കഥ പറഞ്ഞു തുടങ്ങി. ഹോസ്പിറ്റലുകൾ മാറി നടക്കുക. 18 ലക്ഷമൊക്കെയാണ് തുടക്കത്തിന്. കരൾ കഥ പറഞ്ഞാൽ അങ്ങനെയാണ്. കുടിക്കാൻ കുറച്ച് മതി, പക്ഷേ കളി മാറിയപ്പോയി. മോശം കൂട്ടുകെട്ടുകൾ ജീവിതം നരകതുല്യമാക്കി തീർത്തിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സ്വഭാവ വൈകൃതങ്ങളും മോശം കൂട്ടുകെട്ടുകളും മോശം ശീലങ്ങളുമുള്ളവർ പ്രശ്നത്തിലാകുന്നു. അതൊരു പുതുമയുള്ള കാര്യമല്ല, കയ്യിലിരിപ്പിൻ്റെ ഫലം കൊണ്ടാണ്, അല്ലേ? പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഈ പറഞ്ഞ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ പ്രശ്നത്തിലായിരിക്കുന്നത്? അല്ല, ഇങ്ങനെ ഉള്ളവർ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങളും പ്രശ്നത്തിലായിരിക്കുന്നു. ഭർത്താവിൻ്റെ മദ്യപാനം, സഹോദരി, നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർത്തിരിക്കുന്നു, അല്ലേ? എൻ്റെ വീട്ടിനകത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ മദ്യപിക്കുമായിരുന്നപ്പോൾ വീട്ടിനകത്ത് എന്നും വഴക്ക്, ബഹളം, ഒരു സമാധാനമില്ല. എൻ്റെ ഭാര്യ കുടിച്ചിട്ടാണോ? അല്ല, ഞാൻ കുടിച്ചു. ഞാൻ സമാധാനമില്ലാതെ ആയിരിക്കുന്നതിൻ്റെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഓക്കെ, പക്ഷെ എൻ്റെ ഭാര്യയോ, അവളും കൂടെ അതിൻ്റെ കഷ്ടത അനുഭവിക്കുന്നു, അല്ലേ? മാതാവേ, മക്കൾ മദ്യപിക്കുന്നു, മക്കളുടെ ആ കോപം, ഭർത്താവിൻ്റെ കൂട്ടുകെട്ടുകൾ, ഇതൊക്കെ അറിയാതെ തന്നെ നിങ്ങളെയും പ്രശ്നത്തിലാക്കും. ഇനി ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഈ ശീലങ്ങളും സ്വഭാവ വൈകൃതങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ ഉള്ളവർക്ക് അറിയാം, ഇതാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നത്തിന് കാരണം. എൻ്റെ വീട്ടിനകത്ത് സമാധാനം ഇല്ലാതാക്കുന്നത് ഇതാണ്. എൻ്റെ നന്മകൾ ചിതറിപ്പോകുന്നത് ഇതുകൊണ്ടാണ്. എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോകുന്നത് ഇതുകൊണ്ടാണ്, അല്ലേ? നിന്നയും അപമാനവും ഒക്കെ ഇതുകൊണ്ടാണ്. പക്ഷേ മദ്യപിക്കുന്നവർക്ക് അറിയാം, വീടിനകത്ത് വഴക്കെല്ലാം ഉണ്ടാക്കി കെട്ടിറങ്ങുമ്പോൾ പിറ്റേന്ന് രാവിലെ അയ്യോ പറ്റിപ്പോയി, കുടിച്ചതുകൊണ്ടാണ്. നമ്മളും പറഞ്ഞിട്ടില്ലേ, കുടിക്കാതിരുന്ന അയ്യോ എൻ്റെ ഭർത്താവ് എന്ത് മാന്യന, എൻ്റെ മക്കൾ ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരെ കാണുമ്പോൾ പിശാചിനെ പോലെ തോന്നും, അയ്യോ എന്ത് സ്നേഹമുള്ള. പക്ഷേ ഞാനും പറഞ്ഞിട്ടുള്ളതാ, കുടിച്ചുകൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത പ്രശ്നമെല്ലാം ഉണ്ടാക്കി കെട്ടിറങ്ങുമ്പോൾ കുടിച്ചു പെയ്തുകൊണ്ടാണ്. പോട്ട് പറയുന്ന വാക്കുകളോ കുടിച്ചുകൊണ്ട്, ഒരു സ്ത്രീക്കും സഹിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയാത്ത വാക്കുകൾ. അവരെ മാത്രമല്ല, അവരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി കെട്ടി ചയച്ച അപ്പനും അമ്മയും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം പറയും, എന്നിട്ട് പിറ്റേന്ന് സോറി പറയും. അപ്പോൾ അറിയാം, പക്ഷേ നിർത്താൻ പറ്റുന്നില്ല, അല്ലേ? അതല്ലേ നിങ്ങളുടെ വീട്ടുകാർക്ക്, ഭർത്താവിന്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക് അറിയാം ഈ മദ്യപാനം, പുകവലി, ലഹരി ഉപയോഗങ്ങൾ ഇത് ദോഷമാണ്. അവർക്കും അവരുടെ ശരീരത്തിനും ഒപ്പം നിങ്ങൾക്കും ദോഷമാണ്. പക്ഷേ നിർത്തുവാൻ അവർക്ക് കഴിയുന്നില്ല. ആ സ്വഭാവത്തിൻ്റെ കുഴപ്പമാണ് പലപ്പോഴും വീട്ടിനകത്ത് അടിയും പിടിയും തീരാത്തത്. ഭർത്താവ് ഒന്ന് പറയുന്നു, ഭാര്യ 2 പറയുന്നു. കോപം, ക്ഷമിക്കുവാനോ താഴുവാനോ കഴിയുന്നില്ല. അത് സ്വഭാവ വൈകൃതമാണ്. ജോലി സ്ഥലത്ത് ജോലി കൊടുക്കുന്നവൻ എന്തെങ്കിലും പറഞ്ഞാലും അത് തന്നെ, ജോലിയുമില്ല കൂലിയുമില്ല, മുറിക്കാതിരിക്കുക, അല്ലേ? ആണേ, അതാണ്. അപ്പോൾ അതിൻ്റെ ഫലം എന്താ? പലർക്കും അറിയാം എൻ്റെ വൃത്തികെട്ട സ്വഭാവം, അതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ അതിനെ മാറ്റാനോ നിയന്ത്രിക്കാനോ പലർക്കും കഴിയുന്നില്ല. കൂട്ടുകെട്ടുകൾ, ഭാര്യയ്ക്ക് ലഭിക്കേണ്ട സ്നേഹം പുറത്തോട്ട് പോകുന്നു, മക്കൾ അനുഭവിക്കേണ്ട നന്മകൾ പുറത്തോട്ട് പോകുന്നു. മോശം കൂട്ടുകെട്ടുകൾ മോശം കാര്യങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നു. അറിയാം, പക്ഷെ പുറത്തു വരുവാൻ കഴിയുന്നില്ല. അപ്പോൾ
അതിനുവേണ്ടി നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്, പല വഴികൾ നോക്കിയിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ഭർത്താക്കന്മാർ മദ്യപിക്കുന്നുണ്ടെങ്കിൽ ഭാര്യമാർ കരയും, വഴക്ക് കൂടും, ബഹളം വയ്ക്കും, നോ രക്ഷ. മക്കൾ ഇങ്ങനെയുള്ള ശീലങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം കൈവയ്ക്കും, പിന്നീട് മനസ്സിലാകും നമ്മളെക്കാൾ ആരോഗ്യം മക്കൾക്കുണ്ട്, അതുകൊണ്ട് കൈവച്ചിട്ടൊരു കാര്യവുമില്ല, കൈ വേദനിക്കുമെന്നല്ലാതെ അവന്മാർക്കൊന്നും ആകത്തില്ല, നടക്കത്തില്ല. പലരോടും പരാതി പറഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, പലരെയും കൊണ്ട് ശരിയാക്കാൻ നോക്കിയിട്ടുണ്ട്. അല്ലേ സഹോദരി? ശരിയായോ? ശരിയായിട്ടില്ല. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യും? ചോദ്യചിഹ്നമാണ്. അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും? അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നു. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഒരിക്കലൊരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വിളിച്ചു. അപ്പോൾ സഹോദരി പറഞ്ഞതാണ്, ദൈവദാസനെ, എൻ്റെ വിവാഹം കഴിഞ്ഞു, ഞാനൊരു സ്വർഗത്തിൽ വന്ന് കയറിയതുപോലെയാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് കയറിയത്. ഭർത്താവിൻ്റെ വീട്ടുകാർ, അയ്യോ, എനിക്ക് തന്നെ പലപ്പോഴും വിശ്വസിക്കുവാൻ കഴിയാറില്ല. ഈ ലോകം, ഓരോ മരുമക്കൾ, അമ്മായിയപ്പൻ, അമ്മായിയമ്മ, സഹോദരങ്ങൾ, അവരുമായിട്ടൊക്കെയുള്ള വഴക്കുകൾ, അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അയ്യോ, എൻ്റെ വീട് ഇങ്ങനെ അല്ലല്ലോ, ഇതൊരു സ്വർഗമാണല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അപ്പനും സഹോദരങ്ങളും അല്ല, എനിക്ക് വീണ്ടും ഒരു അമ്മയും വീണ്ടും ഒരു അപ്പനും വീണ്ടും സഹോദരങ്ങളും കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഭർത്താവാണെങ്കിൽ പറയണ്ട, അങ്ങനെ സന്തോഷകരമായിട്ട് ജീവിച്ചു പോരവേ പെട്ടെന്ന് സഹോദരൻ്റെ പെരുമാറ്റങ്ങളിലൊക്കെ ഒരു മാറ്റം. പഴയതുപോലെ സ്നേഹമില്ല, എന്തെടുത്താലും എന്ത് പറഞ്ഞാലും കോപം, പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും, ചീത്ത വിളിക്കും, ഒരു മുറിക്കകത്ത് കിടക്കത്തില്ല, ഉണ്ടാക്കി വയ്ക്കുന്ന ആഹാരത്തെക്കുറിച്ച് കുറ്റം പറയുന്നു. സഹോദരിക്ക് ഭയങ്കര സങ്കടമായി. നല്ല രീതിയിൽ ജീവിച്ചിട്ട്, അതല്ലേ, നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയിത്തീരുമ്പോൾ സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റുന്നില്ലേ അല്ലേ? പരിഹാരം ഉണ്ടെന്നേ, സമാധാനപ്പെടും സഹോദരി, നിന്നോടാ. അപ്പോൾ ആ സഹോദരിക്ക് അങ്ങ് സങ്കടം വന്നു. ആ സഹോദരിയുടെ സങ്കടം ആ സഹോദരൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും സഹോദരങ്ങളുടെ ഒക്കെ സങ്കടമായിട്ട് മാറി. എല്ലാവർക്കും അങ്ങ് സങ്കടമായി. ഞങ്ങളുടെ മോൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഞങ്ങളുടെ സഹോദരൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോൾ ഈ സഹോദരി എന്തു പറ്റി? അതിങ്ങനെ, സ്ത്രീയൊക്കെ അതിന് പ്രത്യേക കഴിവുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ ആ സഹോദരി കണ്ടുപിടിച്ചു ഒരു റിലേഷൻ. അങ്ങനെ അവരെല്ലാവരും കൂടെ സ്ട്രോങ് ആയിട്ട് കട്ടയ്ക്ക് നിന്നു. എല്ലാവരും കൂടെ നിന്നപ്പോൾ ഈ പുള്ളിക്കാരന് മനസ്സിലായി ഇനി പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ അപ്പോഴാ പ്രശ്നം, വിചാരിച്ചതുപോലെ അതിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയുന്നില്ല. ഒരു അരിശത്തിന് കെണ്ടി ചാടാൻ പറ്റും, പക്ഷെ 1000 അരിശത്തിന് തിരിച്ചു കയറാൻ പറ്റുമോ? ആ പഴഞ്ചൊല്ല് മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ? ഇല്ല. അത് തന്നെയാ, ഒരു രസമില്ലേ എന്ന് പറഞ്ഞ് ചില കൂട്ടുകെട്ടുകളൊക്കെ അങ്ങ് ഉണ്ടാക്കും, ചില ഫോൺ കോളുകൾ, മെസ്സേജ് അയപ്പുകൾ, അങ്ങനെ അല്ലേ? അത് തന്നെ. പിന്നീട് കരഞ്ഞ് നിലവിളിച്ചാൽ പുറത്തു വരാൻ പറ്റുമോ? സഹോദരന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പുറത്തു വരാൻ പറ്റുന്നില്ല. കാരണം എന്താ? കൂടെ നിർത്തണമെന്ന് ആഗ്രഹിച്ച ആ റിലേഷൻ്റെ അപ്പുറത്തുള്ള ആൾ, അവൾക്കറിയാം അവന് നല്ലൊരു കുടുംബമുണ്ട്, സ്നേഹനിധിയായ ഭാര്യയുണ്ട്, അമ്മയും അപ്പനൊക്കെ ഉണ്ട്. അധികകാലം ഇവനെ എനിക്കിങ്ങനെ പലതുമൊക്കെ കാണിച്ചും പലതുമൊക്കെ പറഞ്ഞും ചെയ്തു ഒന്നും നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനെ കൂടെ നിർത്താൻ പറ്റുന്നത് എന്താ? അത് തന്നെ, കൈവശം കൊടുത്തു. അത് ഉള്ളിൽ കിടക്കുക. പുള്ളി എത്ര ശ്രമിച്ചിട്ടും രാവിലെ തീരുമാനമൊക്കെ എടുത്ത് ഭാര്യയുടെ തലയിലടിച്ച് സത്യം ചെയ്ത് അമ്മേരെ കാല് പിടിച്ച് അപ്പൻ്റെ കൂടെ കരഞ്ഞിറങ്ങിപ്പോവും. പക്ഷേ കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ ആ സഹോദരി പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വിളിച്ചു, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ചില ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ തന്നെ സഹോദരനെ വിളിച്ചു. സഹോദരൻ പറയാൻ തുടങ്ങി, ദൈവദാസനെ പറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്, ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, പക്ഷേ എനിക്കിപ്പം പറ്റുന്നില്ല, തിരിച്ചു വരുവാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സഹോദരനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നടത്തിയ വഴികളിലൂടെ ഞാൻ ആ സഹോദരൻ നടത്തിയതുപോലെ നിങ്ങളെ നടത്തുക. എന്തിനാ? നിങ്ങൾക്ക് പുറത്തു വരുവാൻ. അതെ സഹോദര, ആ ദുശീലത്തിൽ നിന്ന്, മോശം അഴുക്ക സ്വഭാവ വൈകൃതത്തിൽ നിന്ന്, ആ പന്ന കൂട്ടുകെട്ടുകളിൽ നിന്ന് പുറത്തു വരുവാൻ, നിങ്ങൾക്കൊപ്പമുള്ളവരെ, അങ്ങനെയുള്ളവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടേ മാതാവേ? ആ ഫോൺ അഡിക്ഷൻ അതൊരു സ്വഭാവ വൈകൃതമാണ്. അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കത്തില്ല, അവരോട് സംസാരിക്കത്തില്ല, എപ്പോഴും കുത്തി ഇരിക്കുക, ഗെയിമിന് അഡിക്റ്റാ. അനേക തലമുറകൾ മരണത്തിലേക്ക് പോയി. അയ്യോ, ചിന്തിക്കുവാൻ പോലും വയ്യ. പോണോഗ്രഫി, പിള്ളേർ പ്രായമൊന്നുമില്ല. പല സാക്ഷ്യങ്ങളും ഞാൻ ഇതിലൂടെ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അത് തലമുറകളെ കാർന്നു തിന്നുക, കുഞ്ഞു മക്കളെ പോലും അത് നശിപ്പിച്ചു കൊണ്ടിരിക്കുക. സ്വഭാവ വൈകൃതം. അങ്ങനെയുള്ളവരെ പുറത്തു കൊണ്ടുവരുവാൻ. 1-ാമത്തെ വചനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. 2-ാമത്തെ വചനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തന്നെ അതിൻ്റെ 6-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ചോളെ. വെളിച്ചമുണ്ടായി, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു, ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. 2-ാമത്തേത് 6-ാമത്തെ വാക്യമാണ്. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ,
അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഈ വചനങ്ങൾ അവർക്ക് പരിശുദ്ധാത്മാവിനാൽ നൽകുന്നതിനൊപ്പം അത് വച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ അവരെ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ആ പ്രാർത്ഥന ഇതാണ്, ശ്രദ്ധിക്കുമല്ലോ. ദൈവമേ, നീ സൃഷ്ടിച്ച ഭൂമിയെ പാഴും ശൂന്യവുമാക്കിയ ഇരുളിനെ നീക്കി വെള്ളത്തിന് അതിരിട്ട് സൃഷ്ടിച്ച നാളിലെ പോലെ പിന്നെയും മനോഹരമാക്കിയവനെ, അങ്ങയുടെ മകളായ എൻ്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും തല്ലിക്കെടുത്തി എൻ്റെ ആയുസ്സിനെയും ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ആ ദുശീലങ്ങളെ എന്നിൽ നിന്ന് മാറ്റി ജീവിതത്തെ കൈപ്പേറിയതാക്കി മാറ്റുന്ന കൂട്ടുകെട്ടുകളെ നിർത്തേണ്ടിടത്ത് നിർത്തി അങ്ങൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് അങ്ങയുടെ പ്രിയ മകനാക്കി നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെയും സമാധാനത്തെയും തിരികെ നൽകി എന്നെ നിറയ്ക്കണമേ. ആ സഹോദരനും സഹോദരിയും ആ പ്രാർത്ഥന വെച്ചുള്ള പ്രാർത്ഥന ഏറ്റു ചൊല്ലുവാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ റിസൾട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആ സഹോദരനും ആ സഹോദരിയും തങ്ങളുടെ മാതാപിതാക്കളുമായി ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. ആ സഹോദരൻ സന്തോഷത്തോടെ പറഞ്ഞു, ദേവദാസനെ, ആ പ്രാർത്ഥന ഞാൻ ഹൃദ്യസ്ഥമാക്കിയ പ്രാർത്ഥന ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. നേരം വെളുക്കുന്നുമ്പേ ഞങ്ങൾ എഴുന്നേൽക്കും, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. രാത്രി ഒത്തിരി നേരം ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കും. ജോലി സ്ഥലത്ത് പോയാലും ചില ദിവസങ്ങൾ കഴിയും മുമ്പേ തന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്നത്. ആ ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. ഒരു വൈകുന്നേര സമയം ഞാനും എൻ്റെ ഭാര്യയും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഛർദ്ദിച്ചു. എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അറിയാതെ കടത്തപ്പെട്ടത് മുഴുവൻ കടന്നുപോയി. ഇപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്, പേടിയാണ്. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമോശം ചെയ്യത്തില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റുണ്ടാകത്തില്ല. ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായി പുറത്തു വന്നു. എൻ്റെ ഭാര്യയോടും എൻ്റെ മാതാപിതാക്കൾക്കുമൊപ്പം സന്തോഷത്തോടെ താമസിക്കുന്നു. ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെടുവാനും അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ വരുവാനും കാരണമായി. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ സന്തോഷം തിരികെ വരുവാൻ കാരണമായി തീരും. എങ്ങനെയാണ് ഈ പ്രാർത്ഥന ഇത്രയും പവർഫുള്ളായി തീരുന്നത്? അതേക്കുറിച്ച് അറിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായി തുടങ്ങാം. നോക്കിയാൽ നാം ചിന്തയ്ക്കായി വായിച്ച വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. ഇരുൾ നിറഞ്ഞിരുന്നിടത്ത് ഒന്നുമില്ല. അപ്പോൾ ദൈവം എന്താ ചെയ്ത? ആ ഇരുട്ടിനെ നീക്കി അവിടെ വെളിച്ചത്തെ കൊണ്ടുവന്നു. ഓ സ്തോത്രം! നിങ്ങൾ അവിടെ വായിച്ചു നോക്കുക. അപ്പോൾ ശൂന്യമായിരുന്ന ഭൂമി നിറയുവാനായി തുടങ്ങി. ഓ താങ്ക് ഗോഡ്, ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവന്നപ്പോൾ ആ വെളിച്ചം ഏതാ? അത് പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യ വെളിച്ചം. ആ വെളിച്ചം ജീവിതത്തിലേക്ക് വരും. അതേന്നേ, മദ്യം മാറി പകരം യേശു ജീവിതത്തിലേക്ക് വരും. നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, ആമേൻ, ആ ദുശീലങ്ങൾ മാറി യേശു ജീവിതത്തിലേക്ക് വരും. ആ കൂട്ടുകെട്ടുകൾ മാറി യേശു ജീവിതത്തിലേക്ക് വരും. കോപം മാറി യേശു ജീവിതത്തിലേക്ക് വരും. സംശയം മാറി യേശു ജീവിതത്തിലേക്ക് വരും. വെളിച്ചം കടന്നു വരുമ്പോൾ ശൂന്യത മാറും. പിന്നെ വെള്ളം മൂടിക്കിടക്കുകയായിരുന്നു, അതുകൊണ്ടാണ് പുതിയതൊന്നും മുളച്ചു വരാത്തത്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? വെള്ളത്തെ നീക്കി കരയെ വേർതിരിച്ചു, വെള്ളത്തിന് അതിരിട്ടു. ആമേൻ. മീൻസ് നിർത്തേണ്ടതിനെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തി. കൂട്ടുകെട്ടുകൾ അതൊക്കെ ആവശ്യമാണ്, ജോലി സ്ഥലത്തും പുറത്തും ഒക്കെ വേണം. പക്ഷേ നിൽക്കേണ്ട സ്ഥാനത്ത്, ഇത് നിർത്തേണ്ടടുത്ത് നിർത്താൻ പറ്റത്തില്ല. ഇങ്ങ് കയറി വരിക, വീട്ടിനകത്ത് കയറി വരിക, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയ്ക്ക്, മക്കളുടെ ജീവിതത്തിനകത്ത് കയറി വരിക. അതിനെയൊക്കെ നിർത്തേണ്ട സ്ഥാനത്ത് കർത്താവ് നീക്കും. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. സഹോദരി, നിന്റെ കുടുംബജീവിതത്തിലെ ആ വില്ലന്മാരെയൊക്കെ കർത്താവ് നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തും. ചിലരുടെ വാക്കുകൾ വലിയ പ്രശ്നമാണ്. അത് നിർത്തേണ്ടടുത്ത് കർത്താവ് നിർത്തും. ചിലത് ചലിക്കത്തില്ല, ഇനി വായ് തുറക്കത്തില്ല, ഇനി മിണ്ടത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത് സ്വസ്ഥതയും സമാധാനത്തെയും തകർത്ത് കളയുവാൻ തക്കവണ്ണം തുറക്കപ്പെടുന്ന ചില വായുകൾ ഇനി തുറക്കത്തില്ല. ചിലർ മിണ്ടത്തില്ല. ചിലതിനെ കർത്താവ് ശാസിച്ച് അടക്കുക. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. കടലിനെ അനങ്ങാതാക്കി, അങ്ങ് ഉയർന്നു പൊങ്ങിയതാ, തകർത്ത് കളയാമെന്ന് പറഞ്ഞു. പക്ഷേ മിണ്ടാതാക്കി. ഉയർന്നു പൊങ്ങുന്ന ചിലതിനെ കർത്താവ് മിണ്ടാതാക്കും. യേശുവിൻ നാമത്തിൽ. ചിലതിന് അതിരിടും. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ സഹോദരി, സഹോദര? പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ആ ജോലി സ്ഥലത്ത് ജോലിക്ക് പ്രശ്നമായി നിൽക്കുന്ന, നിന്റെ ഭർത്താവിൻ്റെ ജോലിക്ക് പ്രശ്നമായി നിൽക്കുന്ന, നിന്റെ ജോലിക്ക് പ്രശ്നമായി നിൽക്കുന്ന ചില സ്വഭാവ വിശേഷതകളുണ്ട്. വൈകൃതമെന്ന് പറയുന്നില്ല, കോപം.
സഹിക്കാൻ കഴിയുന്നില്ല. വീട്ടിലെങ്ങനെ ആയിരിക്കുന്നു അതുപോലെ ജോലി സ്ഥലത്ത്, അല്ലേ സഹോദര? അതൊന്നും പറ്റത്തില്ല, അല്ലേ? ജീവിക്കണ്ടേ? അപ്പോൾ അത് മാറണം. ആ സ്വഭാവ വൈകൃതമൊക്കെ മാറണം. ആ മോശം സ്വഭാവങ്ങൾ മാറണം. ആ മോശം സമീപനം മാറണം. അതൊക്കെ മാറി യേശു ജീവിതത്തിലേക്ക് വരണം. പ്രാർത്ഥിക്കാൻ റെഡിയാണോ? പ്രാർത്ഥിക്ക്. ദൈവമേ, നീ സൃഷ്ടിച്ച ഭൂമിയെ പാഴും ശൂന്യവുമാക്കിയ ഇരുളിനെ നീക്കി വെള്ളത്തിന് ആതിരിട്ട് സൃഷ്ടിച്ച നാളിനെ പോലെ പിന്നെയും മനോഹരമാക്കിയവനെ, അങ്ങയുടെ മകനായ അങ്ങയുടെ മകളായ എൻ്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും തല്ലിക്കെടുത്തി എൻ്റെ ആയുസ്സിനെയും ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ആ ദുശീലങ്ങളെ, ആ ദുസ്വഭാവങ്ങളെ, സ്വഭാവ വൈകൃതങ്ങളെ, കൂട്ടുകെട്ടുകളെ എന്നിൽ നിന്നും മാറ്റി ജീവിതത്തെ കൈപ്പേറിയതാക്കി മാറ്റുന്ന കൂട്ടുകെട്ടുകളെ, വ്യക്തികളെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തി അങ്ങ് എൻ്റെ ജീവിതത്തിൽ വന്ന് അങ്ങയുടെ പ്രിയ മകനാക്കി. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുക. സഹോദരി, റെഡിയാണോ? ആ കണ്ണുനീരിനും കഷ്ടതയ്ക്കും നിരാശയ്ക്കുമൊക്കെ അറുതി വരുവാൻ, അതേന്നെ നിന്റെ ഭർത്താവ് മടങ്ങി വരുവാൻ, സഹോദര നിന്റെ ഭാര്യ മടങ്ങി വരുവാൻ, ചിലതൊക്കെ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കുവാൻ പോകുക. ചിലരൊക്കെ അവർ ബന്ധുക്കളായിരിക്കാം, പ്രിയപ്പെട്ടവരായിരിക്കാം, അവരെ നിർത്തേണ്ട സ്ഥാനത്ത് കർത്താവ് നിർത്തുക. ചില ദുശീലങ്ങളെ മാറ്റി അവിടേക്ക് യേശു കടന്നു വരിക. സഹോദരി, നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരിക. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആ കോപം മാറി, ആ സംശയരോഗം മാറി അവിടെ യേശു കടന്നു വരുമ്പോൾ, ആ മദ്യപാനം മാറി അവിടെ യേശു കടന്നു വരുമ്പോൾ, ആ കൂട്ടുകെട്ടുകളൊക്കെ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കുമ്പോൾ നിന്റെ ജീവിതം എന്ത് സന്തോഷമായി മാറുമല്ലേ സഹോദര? നിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ നിനക്കുള്ളതിനേക്കാൾ പ്രാധാന്യം മറ്റു ചിലർക്കുണ്ട്. അവർ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കുമ്പോൾ, ആ സംശയരോഗം മാറുമ്പോൾ ജീവിതം എന്ത് സന്തോഷമായി മാറുമല്ലേ? പ്രാർത്ഥിച്ചാലോ? റെഡിയാണോ? പ്രാർത്ഥിക്ക്. ദൈവമേ, നീ സൃഷ്ടിച്ച ഭൂമിയെ പാഴും ശൂന്യവുമാക്കിയ ഇരുളിനെ നീക്കി വെള്ളത്തിന് അതിരിട്ട് സൃഷ്ടിച്ച നാളിലെ പോലെ പിന്നെയും മനോഹരമാക്കിയവനെ, അങ്ങയുടെ മകളായ എൻ്റെ ജീവിതത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും തല്ലിക്കെടുത്തി എൻ്റെ ആയുസ്സിനെയും ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ആ മദ്യപാന ശീലങ്ങൾ, ലഹരി ഉപയോഗം, സംശയരോഗം, കലഹം, കോപം, ആ ദുശീലങ്ങളെ എന്നിൽ നിന്നും മാറ്റി ജീവിതത്തെ കൈപ്പേറിയതാക്കി മാറ്റുന്ന കൂട്ടുകെട്ടുകളെ നിർത്തേണ്ടടുത്ത് നിർത്തി, സ്വന്തക്കാരെ, ബന്ധക്കാരെ, ജീവിതത്തിനകത്ത് കടന്നു വരുന്ന കൂട്ടുകെട്ടുകളെ നിർത്തേണ്ടടുത്ത് നിർത്തി അങ്ങ് എൻ്റെ ജീവിതത്തിൽ വന്ന് അങ്ങയുടെ പ്രിയ മകനാക്കി നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ, സമാധാനത്തെ തിരികെ നൽകി എന്നെ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കുവാൻ തുടങ്ങും സഹോദരി. ആ സന്തോഷവും സമാധാനവും നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, നിന്റെ കുടുംബ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും തിരികെ വരും. അതെ, നിന്റെ ജീവിതത്തിൽ യേശു വരും. നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ യേശു വരും. ആ ശൂന്യത മാറും, ആ ഇല്ലായ്മ മാറും, ഇരുളടഞ്ഞ അനുഭവങ്ങൾക്ക് അറുതിയാകും. യേശുവിൻ നാമത്തിൽ ആ ഇരുട്ടിനെ മാറ്റി യേശു അവിടേക്ക് കടന്നു വരിക. ആ ഇരുട്ടെന്ന മദ്യത്തെ മാറ്റി, ഇരുട്ടെന്ന മോശം കൂട്ടുകെട്ടുകൾ മാറ്റി, ഇരുട്ടെന്ന ദുർനടപ്പിനെ മാറ്റി, ഇരുട്ടെന്ന കോപത്തെ മാറ്റി, സംശയരോഗത്തെ മാറ്റി എൻ്റെ യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഫലം, നീ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ പോകുക. നിന്റെ ഭർത്താവ് മടങ്ങി വരിക, നിന്റെ ഭാര്യ മടങ്ങി വരിക. ലോകം അവനെ പിടിച്ചു കൊണ്ടുപോയി നീ പ്രാർത്ഥിച്ചവനെ തിരികെ പ്രാപിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ദൂത, ആമേൻ, നീ പ്രാർത്ഥിച്ച് അവനെ തിരികെ പ്രാപിക്കുവാൻ പോകുക. മധ്യത്തിൽ ഒഴുകിപ്പോയ അവനെ നീ പ്രാർത്ഥിച്ച് തിരികെ കൊണ്ടുവരുവാൻ പോകുക. കൂട്ടുകെട്ടുകൾ കൊണ്ടുപോയ അവനെ, ചില സ്ത്രീകൾ കൊണ്ടുപോയ, ചില വ്യക്തികൾ ബന്ധുക്കളായി സ്വന്തക്കാരായി കൊണ്ടുപോയ അവളെ നീ പ്രാർത്ഥിച്ച് തിരികെ പിടിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കും. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ശീലങ്ങൾ അവരുടെ ജീവിതത്തെ തകർത്തിരിക്കുന്നു. നല്ല പഠിക്കുന്ന പിള്ളേരായിരുന്നു, പക്ഷേ മദ്യപിക്കുന്നു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണ് ഇവർ കുത്തിക്കയറ്റുന്നത് അറിയത്തില്ല. ഭയമാ, മക്കളെ കാണുമ്പോൾ തന്നെ പേടിയാ. സ്വഭാവ വൈകൃതം അത്രത്തോളമായിരിക്കുന്നു. ഫോണോഗ്രാഫി, മൊബൈൽ ഫോണുകളിൽ അതും കാണുന്നു. ഗെയിം അഡിക്ഷൻ, ഭാവി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. പലതിനും അടിമകളായി തലമുറകൾ മാറിയിരിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരും. അതെ, ആ അഡിക്ഷനെ മാറ്റി, ആ ഗെയിം അഡിക്ഷനെ മാറ്റി യേശു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിന്റെ തലമുറകളുടെ ജീവിതത്തിലേക്ക് ആ മദ്യപാന ബന്ധനങ്ങളെ മാറ്റി യേശു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ കൂട്ടുകെട്ടുകളെ യേശു നിർത്തേണ്ടടുത്ത് നിർത്തും. അവരെ മധ്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, അവരെ മോശം സ്വഭാവ വൈകൃതങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആ കൂട്ടുകെട്ടുകളെ നിർത്തേണ്ടടുത്ത് യേശു നിർത്തി
നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ സന്തോഷത്തെയും സമാധാനത്തെയും എൻ്റെ ദൈവം നൽകും. അതെ, അവർ മുഖാന്തരം നീ സന്തോഷിക്കുവാൻ പോകുക. പ്രാർത്ഥിക്കും. ദൈവമേ, നീ സൃഷ്ടിച്ച ഭൂമിയെ പാഴും ശൂന്യവുമാക്കി ഇരുളിനെ നീക്കി വെള്ളത്തിന് അതിരിട്ട് സൃഷ്ടിച്ച നാളിലെ പോലെ പിന്നെയും മനോഹരമാക്കിയവനെ, അങ്ങയുടെ മകനായ മകളായ എൻ്റെ തലമുറകളെ, എൻ്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും തല്ലിക്കെടുത്തിയ അവരുടെ സ്വഭാവ വൈകൃതങ്ങൾ, അവരുടെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സ്വഭാവ വൈകൃതങ്ങൾ, അവരുടെ ഭാവിയെ ഇരുളാക്കിക്കൊണ്ടിരിക്കുന്ന, അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ആ സ്വഭാവ വൈകൃതങ്ങൾ, ആ ദുശീലങ്ങളിൽ പുറത്തു കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തെ കൈപ്പേറിയതാക്കി മാറ്റുന്ന കൂട്ടുകെട്ടുകളെ നിർത്തേണ്ടടുത്ത് നിർത്തി അങ്ങ് അവരുടെ ജീവിതത്തിൽ വസിക്കണമേ. പ്രാർത്ഥിക്ക്. അങ്ങ് എൻ്റെ മകളുടെ ജീവിതത്തിൽ വസിക്കണമേ. അങ്ങയുടെ പ്രിയ മകനാക്കി നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെയും സമാധാനത്തെയും വിദ്യാഭ്യാസത്തെയും ഭാവിയെയും അവർക്ക് തിരികെ നൽകി അങ്ങ് മാനിക്കണമേ. മാതാവേ, പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ ഭാവി അവർക്കുണ്ടാകിയ യേശുവിൻ നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസം അവർ പഠിച്ചു പൂർത്തിയാക്കുവാൻ പോവുക. ഇനി പഠിക്കത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന നിന്റെ മകനെ കുറിച്ചാണ്, നിന്റെ മകളെ കുറിച്ചാണ്, അവിടെ വിദ്യാഭ്യാസത്തെ തകർത്ത ആ വെല്ലുവിളി യേശുവിൻ നാമത്തിൽ വിട്ടുപോകുക. പ്രാർത്ഥിക്കുക. ആ മദ്യപാനശീലം മാറുക. പ്രാർത്ഥിക്കുക. മദ്യപാനശീലം മാറുക. ഭാവിക്ക് വിരോധമായുള്ള വെല്ലുവിളി അഴിഞ്ഞു മാറുക. പരാജയപ്പെടുത്തി ഒതുക്കുക. അവർ പുറത്തു വരികയാണെന്നേ, നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ തലമുറകൾ പുറത്തു വരിക. വചനം വെച്ച് പ്രാർത്ഥിക്കുക. യേശു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മാറ്റേണ്ടതിനെ മാറ്റി ആ സ്ഥാനത്ത് യേശു കടന്നു വരും. ആമേൻ. അവരുടെ ആ സന്തോഷത്തിൽ നീ സന്തോഷിക്കും. മദ്യപിച്ച് 4 കാലിലല്ലാതെ നിന്റെ മക്കൾ ഭവനത്തിനകത്ത് കടന്നു വരും. മാതാവേ, അല്ലാതെ ഭാരപ്പെട്ടായിരിക്കും ഈ അവസ്ഥ മാറുക. അവർ ഫോണിൽ നോക്കി സമയം കളയത്തില്ല. നിന്നോടൊപ്പം സന്തോഷത്തോടെ സമയം ചിലവഴിക്കും, ആഹാരം കഴിക്കും. ആ സന്തോഷം നിന്റെ ഭവനത്തിനകത്ത് വരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും കോപമാണ്. ഇവിടെ ജോലി സ്ഥലത്ത് അതൊരു പ്രശ്നമാണ് അല്ലേ സഹോദരി? ഒന്ന് ക്ഷമിക്കാനോ താണു കൊടുക്കാനോ, എന്തായാലും കഷ്ടപ്പെടാൻ വേണ്ടിയാ പോയെ. കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റും, അറിയാം. പക്ഷെ പറ്റുന്നില്ല. വീട്ടിലുള്ളതുപോലെയാണ്. അത് മാറണം. അത് മാറണമെങ്കിൽ പ്രാർത്ഥിക്കണം. എങ്ങനെ? ദൈവമേ, നീ സൃഷ്ടിച്ച ഭൂമിയെ പാഴും ശൂന്യവുമാക്കി ഇരുളിനെ നീക്കി വെള്ളത്തിന് അതിരിട്ട് സൃഷ്ടിച്ച നാളിലെ പോലെ പിന്നെയും മനോഹരമാക്കിയവനെ, അങ്ങയുടെ മകനായ മകളായ എൻ്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും തല്ലിക്കെടുത്തി എൻ്റെ തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമാക്കി തീർക്കുന്ന, എന്നെ ജോലിയില്ലാത്തവനാക്കി ജോലിയില്ലാത്തവളാക്കി മാറ്റുന്ന, അത് മുഖാന്തര കടക്കാരനും കടക്കാരിയുമാക്കി തീർക്കുന്ന ആ സ്വഭാവ വൈകൃതത്തെ എന്നിൽ നിന്ന് മാറ്റി, ആ ദുശീലങ്ങളെ എന്നിൽ നിന്ന് മാറ്റി, ജീവിതത്തെ കൈപ്പേറിയതാക്കി മാറ്റുന്ന കൂട്ടുകെട്ടുകളെ നിർത്തേണ്ടിടത്ത് നിർത്തി, പലരുടെയും വാക്ക് കേട്ടു അത് മാറ്റി അങ്ങൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും തൊഴിലനുഭവങ്ങൾ തിരികെ നൽകണമേ. നഷ്ടപ്പെട്ടു പോയ ആ ജോലി തിരികെ നൽകണമേ. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ ജോലി തിരികെ ലഭിക്കുവാൻ പോകുക. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരുവാൻ പോകുക. ആ രാജ്യത്ത് ജോലിയില്ല, നീ മുറിക്കകത്ത് ഒതുങ്ങി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് തൊഴിൽ മേഖലമേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ വെല്ലുവിളികളും മാറിപ്പോവുക. ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല, മദ്യപിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ സഹോദര, നിന്നോടാ പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. ചിലത് ഉപയോഗിക്കാതെ നിനക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല, അത് ജോലിക്ക് പോലും പ്രശ്നമായി മാറിയിരിക്കുന്നു. അതിൽ നിന്ന് പുറത്തു വരിക. അതിനെ മാറ്റി, ആ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ മാറ്റി, അവിടെ അത് തന്നെ ലഹരി പദാർത്ഥങ്ങളെ മാറ്റി അവിടെ യേശു കടന്നു വരിക. നിന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരിക. ഓ താങ്ക് ഗോഡ്. ആരോഗ്യം തിരികെ നൽകുക. ആമേൻ. പലതും ഉപയോഗിച്ച് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം കർത്താവ് തിരികെ നൽകിയ. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആ സ്ഥാപനം നല്ല നിലയിൽ പോകേണ്ടതാണ്, പക്ഷേ കയ്യിലിരിപ്പുണ്ട. ആ കയ്യിലിരിപ്പിനെ കർത്താവ് മാറ്റുക. ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെട്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ആ കയ്യിലിരിപ്പിനെ കർത്താവ് മാറ്റും. ആ കയ്യിലിരിപ്പിനെ മാറ്റി അവിടെ യേശു കടന്നു വരും. ഉള്ളിനെ മാറ്റി യേശു അവിടെ കടന്നു വന്നു. അതിരിടേണ്ടതിന് അതിരിട്ടു, നിർത്തേണ്ടതിന് നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തി. ചിലതിനെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താത്തതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ചിലരെ നിർത്തേണ്ട സ്ഥാനത്ത് യേശു നിർത്തുക. ആ തിരമാല പൊങ്ങിയപ്പോൾ അടക്കി. ചിലതിനോട് കർത്താവ് പറയുക അടങ്ങാൻ. ഇനി മിണ്ടത്തില്ല, ചിലത് വായ് തുറക്കത്തില്ല. ഓ സ്തോത്രം. നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി ഇനി ചിലർ വായ് തുറക്കത്തില്ല. സഹോദരി പ്രാർത്ഥിക്ക്. ഇനി ചില നാവുകൾ ചലിക്കത്തില്ല. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ ഹൃദ്യസ്ഥമാക്കി പ്രാർത്ഥിക്കുക.
നിങ്ങളുടെ ദുശീലം ഏത് തന്നെ ആയാലും അതിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈ വചനമായിരിക്കണം നിങ്ങളുടെ ആഹാരം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവൊപ്പം വരും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് അല്ല പ്രാർത്ഥന ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്കൊപ്പമായിരിക്കുന്ന അനേകർക്ക് വേണ്ടി ഈ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒത്തിരി പേര് നിങ്ങൾ ഒപ്പം ചേർത്ത് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുക. പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടം ലോകമെമ്പാടും. അതൊരു സന്തോഷമല്ലേ? നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്കൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു കൂട്ടം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ട ഒരു കൂട്ടം. എന്ത് സന്തോഷമാണ്! പ്രൈസർ ഫാമിലി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ഒത്തിരി ശക്തീകരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നേ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കൊപ്പം ഒരു കൂട്ടം പ്രൈസർ ഫാമിലി ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്ന മക്കളുടെ കൂട്ടമായി, കുടുംബമായി മാറട്ടെ. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. എല്ലാ ഞായറാഴ്ചയിലും 10 മുതൽ നമ്മുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുക, അനുഗ്രഹം പ്രാപിക്കുക. അതുപോലെ നിങ്ങൾക്കൊരു വേർതിരിക്കപ്പെട്ട വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവം ഇല്ല, അങ്ങനെ ഒരു ആരാധനയ്ക്ക് പോകുവാൻ കഴിയുന്നില്ല എങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. യേശുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. യേശുവുള്ളവരായി, വെളിച്ചമുള്ളവരായി നമുക്ക് മാറാം. ശൂന്യതകളെ മാറ്റിക്കളയാം. എന്നാൽ കണ്ടടച്ചോ, ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം ദുശീലങ്ങളാൽ, സ്വഭാവ വൈകൃതങ്ങളാൽ, കൂട്ടുകെട്ടുകളാൽ പല നിലകളിൽ ബാധിക്കപ്പെട്ട് അങ്ങനെ ഉള്ളവർ മുഖാന്തരം കഷ്ടപ്പെട്ട് ആയിരിക്കുന്ന ഒത്തിരി പേർ അടിയനൊപ്പമായിരിക്കുന്നു. അത് മുഖാന്തരമുള്ള സകല വെല്ലുവിളികളിൽ നിന്ന് വരെ വിടിവിക്കണം. അപ്പോൾ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങളും വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ജോലി കൊടുക്കണമേ അപ്പ. പുതിയ ജോലികൾ ലഭിക്കട്ടെ, നല്ല ജോലികൾ ലഭിക്കട്ടെ, പ്രൊമോഷനുകൾ ലഭിക്കട്ടെ, സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ എഴുതി ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ ആ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. IELTS, സ്തോത്രം, MOH അങ്ങനെയുള്ള മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. അവർക്ക് പഠിക്കുവാൻ വേണ്ടത് കരങ്ങളിൽ നൽകണമേ കർത്താവേ. തലമുറകളെ ബാധിച്ചിരിക്കുന്ന മദ്യപാന കൂട്ടുകെട്ടുകൾ, മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുപോകട്ടെ. ഗെയിം അഡിക്ഷൻ മാറട്ടെ, മൊബൈൽ അഡിക്ഷൻ മാറട്ടെ, പോണോഗ്രഫി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തലമുറകൾ സ്വതന്ത്രരാകട്ടെ. അവരിൽ യേശു വരട്ടെ. ജയിച്ചു തുടങ്ങട്ടെ. അവർ മുഖാന്തരം അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന കണ്ണുനീരിന് അറുതി ഉണ്ടാകട്ടെ. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത് കരങ്ങളിൽ ലഭിക്കട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. സകല രോഗബന്ധനവും രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യം. താങ്ക് ഗോഡ്. വിടുവിക്കപ്പെടട്ടെ അപ്പാ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ അപ്പാ. സംശയ രോഗങ്ങൾ മാറട്ടെ. മദ്യം മുഖാന്തരം, ലഹരിയുടെ ഉപയോഗം മുഖാന്തരം സമാധാനമില്ലാത്തവർ, ഭാര്യ പിണങ്ങിപ്പോയി മടങ്ങി വരട്ടെ. ഭർത്താവ് പിണങ്ങിപ്പോയി മടങ്ങി വരട്ടെ. യേശുവിൻ നാമത്തിൽ തിരികെ വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരട്ടെ. വാഗ്വാദങ്ങളും തർക്കങ്ങളും സ്തോത്രം, പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും മാറട്ടെ. പ്രാർത്ഥിക്കുന്നവരായി ശുശ്രൂഷകന്മാർ മാറട്ടെ. ശുശ്രൂഷകന്മാർക്കും വിരോധമായി വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ തകർക്കപ്പെടട്ടെ. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണമേ അപ്പ. വസ്തുക്കളില്ലാത്തവർ വസ്തുക്കളെ വാങ്ങട്ടെ. വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിൽപ്പനകൾ നടക്കട്ടെ. സ്തോത്രം. വാഹനങ്ങൾ വാങ്ങട്ടെ. വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ, കച്ചവടങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. യാത്രാ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. അപ്പാ പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ നല്ല ജോലികളെ കൊടുക്കപ്പാ. കടബാധ്യതകൾ മാറട്ടെ. പലിശക്കടകൾ, ജപ്തി നോട്ടീസുകൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. രക്തത്താലും വചനത്താലും ഈ ജനത്തെ അടിയൻ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നേടേണ്ടവരെ നേടുവാൻ, സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ഇവരെ അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പോയല്ലോ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.